മലേഷ്യയിലെ ഗെൻഡിൻ ഹൈലാൻഡ്സിൽ നമുക്ക് ഹോട്ടൽ പോലെ ഡെയിലി റെൻറ്റിന് താമസിക്കാൻ പറ്റുന്ന സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഒരെണ്ണമാണ്. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഉള്ള ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റാണ്. നമുക്ക് ടി വി ഉണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 പേർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഇന്ത്യൻ റുപ്പി വെറും 1400 രൂപയാണ് വരുന്നത്. ഇത് നല്ല തണുത്ത പ്രദേശമാണ് ഈ ഗെൻഡിൻ ഹൈലാൻഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് AC ഒന്നും ആവശ്യമില്ല. എന്നാൽ തന്നെയും ഈ റൂമിൽ AC കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നല്ലൊരു ഡൈനിങ് സെറ്റുണ്ട്, ഫ്രിഡ്ജ്, ഓവൻ, അതുപോലുള്ള കിച്ചൺ ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഉണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്പോട്ട് എവിടെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. മലേഷ്യയിൽ വരുന്നവർക്ക് ഗെൻഡിൻ ഹൈലാൻഡ് വിസിറ്റ് ചെയ്യുമ്പോൾ താമസിക്കാൻ പറ്റിയ, ഫാമിലിക്കും കപ്പിൾസിനും ഫ്രണ്ട്സുമായിട്ടൊക്കെ താമസിക്കാൻ പറ്റിയ നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഇതാണ് നമ്മുടെ ബാത്റൂമൊക്കെ നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് അത്യാവശ്യം നല്ലൊരു ബാൽക്കണി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാൽക്കണിയിൽ നിന്ന് നല്ല വ്യൂസ് ഉണ്ട്. ഇവിടെ നല്ല പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ കാണുന്നത് ഇവിടുത്തെ ചെറിയൊരു കഫേയാണ്. നമുക്ക് അത്യാവശ്യം ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിക്കാം, കോഫി കുടിക്കാം. പിന്നെ ഈ ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല പൂൾ വ്യൂ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് നമുക്ക് മൗണ്ടൈൻ വ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഇത് ഡിപ്പെൻസ് ആണ്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു റൂമിൽ നിന്ന് നമുക്ക് ഈ ഒരു വ്യൂ ഉള്ളൂ. പക്ഷേ നമ്മൾ റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് ചോദിച്ചാൽ മതി. ഹൈ ഫ്ലോറിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ചുകൂടെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. കാര്യം ഓരോ സൈഡ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സൈഡിൽ ഈ വ്യൂ ആണുള്ളത്, പക്ഷേ മറു സൈഡിൽ ചിലപ്പം വേറെ വ്യൂസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ മിഡിൽസ് ഗെൻഡിൻ ഹൈലാൻഡ്സ് 7 സ്റ്റോൺ ഇതാണ് ഇതിൻ്റെ അഡ്രസ്സ്. അപ്പോൾ നമ്മൾ അഗോഡയിലോ അല്ലാന്നുണ്ടെങ്കിൽ booking.com കയറിയിട്ട് ഈ ഒരു പേര് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റൂം ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓരോ സീസൺ അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരാം. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുമ്പോൾ ഇന്നത്തെ റേറ്റ് ഇന്ത്യൻ റുപ്പിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വെറും 1400 രൂപയാണ് വരുന്നത്. ഓക്കെ.